നമസ്കാരം. അശുഭകരമായ അനേകം വാർത്തകളാണ് ആരോഗ്യരംഗത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം കേൾക്കുന്നത്. വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ സാന്നിധ്യം, വിപണിവൽക്കരണം, ധാർമ്മികതയില്ലായ്മ തുടങ്ങിയ നിരവധി സമീപനങ്ങളിലൂടെ കഷ്ടപ്പെടുന്നത് സാധാരണ ജനങ്ങളാണ്. തീർത്തും വാണിജ്യവൽക്കരിക്കപ്പെടുന്ന മെഡിക്കൽ രംഗത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഉത്കണ്ഠകളും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്നത്തെ സെൽഫിയിൽ. മെഡിക്കലോ മേഡിക്കലോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഡോക്ടർ ജയപ്രകാശ്, അഡീഷണൽ പ്രൊഫസർ, പീഡിയാട്രിക് സൈക്യാട്രിസ്റ്റ്, SIT ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. ഡോക്ടർ ജയകൃഷ്ണൻ, സ്റ്റേറ്റ് പ്രസിഡന്റ് IMA, കല്ലറ മധു, ട്രേഡ് യൂണിയൻ ആക്ടിവിസ്റ്റ്. ഡോക്ടർ സന്തോഷ് കുമാർ, ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. PR സെറിൻ, മാധ്യമപ്രവർത്തകൻ. PK രാജു. വിനോദ് വേണുഗോപാൽ, ഏരിയ മാനേജർ, ഫാർമസ്യൂട്ടിക്കൽസ്. N സജീവ്, ഫാർമസിസ്റ്റ്, സ്റ്റോർ കീപ്പർ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. ഡോക്ടർ നമസ്കാരം. സമൂഹത്തിലെ ഒരു പ്രധാന വിഷയം തന്നെയാണ് മരുന്ന് അല്ലെങ്കിൽ ചികിത്സ എന്നൊക്കെ പറയുന്നത്, അല്ലേ? ജനങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. ഈ ചർച്ചയിലൂടെ നമുക്കൊരു പരിധി വരെയൊക്കെ ജനങ്ങളിലേക്ക് പല സന്ദേശങ്ങളും എത്തിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. ഡോക്ടർ ഒന്ന് ചെറിയ വാക്കില് എന്താണ് മരുന്ന്? എത്തരത്തിലുള്ള ആളുകൾക്കാണ് സാധാരണ മരുന്ന് വേണ്ടത്? എന്തൊക്കെ മരുന്ന് നമ്മൾ സാധാരണമായി സൂക്ഷിച്ച് ഉപയോഗിക്കണം? ഇത്തരം കാര്യങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാമോ? പ്രവർത്തിക്കുന്നതിന് ശേഷിയുള്ള ഒരു രാസപദാർത്ഥമാണ് മരുന്ന്. ഇത് എല്ലാ മേഖലകളിലും, ആയുർവേദത്തിലാണെങ്കിലും അലോപ്പതിയിലാണെങ്കിലും ഹോമിയോയിലെല്ലാം ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ രാസപദാർത്ഥങ്ങൾ തന്നെ. പക്ഷേ അലോപ്പതിയിലും ഹോമിയോയിലും ആയുർവേദത്തിനും ഉള്ളൊരു ഈ മരുന്നിനെ സംബന്ധിച്ചിട്ടുള്ളൊരു കൺസെപ്റ്റിലുള്ളൊരു വ്യത്യാസം, അലോപ്പതിയിൽ മരുന്നിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ വേർതിരിച്ച് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. പിന്നെ പ്രൊപ്രാനോൾ ബീറ്റ ബ്ലോക്കർ എന്ന് പറയുന്ന ഒരു മരുന്നാണ്, അത് ബീറ്റ റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നു എന്ന് നിർവചിച്ച് ആക്റ്റീവ് പ്രിൻസിപ്പിൾ വേർതിരിച്ചിട്ടുണ്ട്. ഹോമിയോയിൽ ആക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു തത്വം അവർ അംഗീകരിക്കുന്നതേ ഇല്ല. ആക്റ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ള വിഷയം വരുന്നില്ല. ആയുർവേദത്തിൽ വളരെ ഒരു സമ്മിളിതമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതിൽ ആക്റ്റീവ് പ്രിൻസിപ്പിൾ വേർതിരിക്കപ്പെടുന്ന ഘട്ടമില്ല. അപ്പോൾ ഈ മരുന്നിനെ സംബന്ധിച്ച് ലളിതമായി നമുക്കിങ്ങനെ പറയാം. പക്ഷേ ഈ മരുന്ന് ആർക്കൊക്കെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഏറ്റവും നല്ല ഡോക്ടർ കുറച്ച് മരുന്ന് എഴുതത്തുള്ളൂ. ഒരു പക്ഷേ എഴുതുക കൂടിയില്ല. പക്ഷേ പൊതുവിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൂടുതൽ എഴുതുന്ന ഡോക്ടർക്ക് കൂടുതൽ വിവരമുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ സമൂഹത്തിൽ നമ്മൾ ഈ ഇത്രയും നാൾ ജോലി ചെയ്തിട്ടും മാറ്റം വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ എഴുതുന്ന 8 മരുന്ന് എഴുതി എന്ന് പറഞ്ഞാൽ ആ മരുന്ന് എഴുതി 8 മരുന്ന് എഴുതിയ ഡോക്ടർക്ക് 2000 രൂപയോ അതിലോ കൂടുതൽ കൺസൾട്ടിങ് ഫീ കൊടുക്കാൻ, അധികം മരുന്ന് കഴിക്കുന്നത് ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. മരുന്നെഴുത്തും മരുന്ന് തീറ്റിയുമാണ് ചികിത്സ എന്നുള്ള തെറ്റായ ധാരണയാണ്. ചികിത്സയെക്കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാട് നമുക്ക് ഇനിയും സമൂഹത്തിൽ വികസിപ്പിച്ച് പ്രചരിപ്പിക്കേണ്ട ജോലിയുണ്ട്. ഇതിൽ ഡോക്ടർമാർക്കും ജോലിയുണ്ട്, സമൂഹത്തിനും ജോലിയുണ്ട്. ഇത് ഏകപക്ഷീയമല്ല. ഇപ്പം മരുന്നെഴുതുന്ന മുഴുവൻ ഡോക്ടർമാർക്കൂടെ മോശക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സമൂഹത്തിലും മരുന്ന് തീറ്റിയാണ് ചികിത്സ എന്നുള്ള ഒരു തെറ്റായ ധാരണ സമൂഹത്തിലും വന്നിട്ടുണ്ട്. ഗൗരവമായ ഒരു ചർച്ച പലപ്പോഴും ഇതിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഡോക്ടർ, നമ്മൾ സാധാരണ ഒരു മെഡിസിനെ കുറിച്ച് നമ്മൾ നെറ്റിൽ ഒരുവിധം ഇതൊക്കെ അറിയാവുന്നവർ സെർച്ച് ചെയ്യുമ്പോൾ അതിലാദ്യം കാണുന്ന ചില വാക്കുകളുണ്ട്. റാഷണൽ മെഡിസിൻ അല്ലെങ്കിൽ എസെൻഷ്യൽ മെഡിസിൻ. എന്താണ് അത്? ഇന്റർനെറ്റ് മരുന്നുകളെ കുറിച്ചുള്ള ഒരു ആധികാരികമായ ഇൻഫർമേഷൻ തരുന്ന ഒരു സ്ഥലമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആ വിവരം നൽകുന്ന സൈറ്റ് ഏത് എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം. ഇതിൽ വളരെ തെറ്റായ ഇൻഫർമേഷൻസ് നൽകുന്ന സൈറ്റുകളും നിലവിലുണ്ട്. അതേസമയം തന്നെ മരുന്നുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ തരുന്ന വിവിധ സൈറ്റുകളുമുണ്ട്. ഗവൺമെൻറ്റുകളുടെ സൈറ്റ് തന്നെയുണ്ട്, അതുപോലെ വിദേശ സർക്കാരുകളുടേതുണ്ട്, ചില പ്രത്യേക
ഓർഗനൈസേഷൻസ് കൃത്യമായ ഉണ്ട്. പറയുന്നു. അപ്പോൾ അതിൽ പിന്നെ മരുന്നുകൾ, എസെൻഷ്യൽ മെഡിസിൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാറ്റഗറൈസ് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. അല്ലാതെ നമുക്കൊരു ഫാർമസ്യൂട്ടിക്കൽ ഇതനുസരിച്ചിട്ട് ഏതാണ് എസെൻഷ്യൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്, അത് ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. ഏതൊക്കെ മരുന്നുകളാണ് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്, ഇത് സന്ദർഭങ്ങളിൽ ഏതൊക്കെയാണ് ആവശ്യപ്പെടുന്നത് എന്നനുസരിച്ചിട്ട് അതിൻ്റെ വില നിയന്ത്രിക്കുവാനും അതിൻ്റെ ഔദ്യോഗിക നടപടികൾ സ്വീകരിക്കുവാനുമുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. പിന്നെ അതേസമയം റാഷണൽ മെഡിസിൻ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത് ചില സന്ദർഭങ്ങളിലെങ്കിൽ, ഇപ്പോൾ ഒരു ചികിത്സയ്ക്ക് നമ്മൾ ആവശ്യമായ മരുന്നുകളാണ് ഡോക്ടർമാർ കൂടുതലും പ്രിസ്ക്രൈബ് ചെയ്തത്. ചിലപ്പോൾ മരുന്നുകളുടെ എണ്ണം വച്ച് മാത്രം ചികിത്സയെ നമുക്ക് ഗണിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് രോഗങ്ങൾ ഇപ്പോൾ സാങ്കേതിക വിദ്യ വർദ്ധിക്കുന്നതനുസരിച്ചിട്ടും പുതിയ ഡയഗ്നോസ്റ്റിക് ടൂൾസ് വരുന്നതനുസരിച്ചിട്ടും രോഗങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയും മരുന്നുകളും അതിൻ്റെ ഭാഗം തന്നെയാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഇപ്പോൾ പ്രമേഹം, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, മറ്റ് അനുബന്ധ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മരുന്നുകളുടെ എണ്ണം വർദ്ധിച്ചെന്ന് വരാം. അതുകൊണ്ട് മരുന്നുകളുടെ എണ്ണം വെച്ച് മാത്രം അത് ഗണിക്കുവാൻ കഴിയില്ല. അതേസമയം തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം മരുന്നുകൾ എഴുതേണ്ട സാഹചര്യം വന്നാൽ അത് റാഷണലാണെന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രം. അതുമാത്രമല്ല, ഈ രോഗത്തിന് ഈ മരുന്നുകൾ ഉപയോഗപ്രദമാണെന്ന് പരീക്ഷണങ്ങളിലൂടെ പൂർണ്ണമായി തെളിഞ്ഞിരിക്കുന്നതിനെയാണ് നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം എവിഡൻസ് ബേസ്ഡ് മെഡിസിനുമായി ബന്ധപ്പെട്ട ഒരു സമീപനമാണ് സാധാരണ രീതിയിൽ ആധുനിക വൈദ്യശാസ്ത്രം സ്വീകരിക്കുന്നത്. അതിന് ഈ അലോപ്പതി എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അലോപ്പതി എന്ന് പറയുന്നത് 500 വർഷം മുമ്പ് ഇംഗ്ലണ്ടിലും മറ്റും നിലനിന്നിരുന്ന ഒരു ചികിത്സാ ശാഖ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ മെഡിസിൻ എന്നാണ് വിവരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ വൈദ്യശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ അറിവുകളും പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച് സമഗ്രഹിച്ച് കൊണ്ടുവരുന്ന ആ ശാസ്ത്രത്തെയാണ് നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്. ഈ മോഡേൺ മെഡിസിനിലാണോ ഏറ്റവും കൂടുതൽ കച്ചവടവൽക്കരണം നടക്കുന്നത്? അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മുടെ കഴിഞ്ഞ ഒരു 2-3 പഠനങ്ങളാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയിട്ടുള്ള 2 ആരോഗ്യ സർവേകൾ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള സർവേകൾ. ഇതെടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു 15 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചികിത്സാ ചെലവിൽ വളരെയധികം ഒരു 300 to 400% വർധന ഉണ്ടായിട്ടുണ്ട്. മരുന്നുകളുടെ വിലയിൽ ഏകദേശം 400 മുതൽ 450% വരെ വർധന ഉണ്ടായിട്ടുണ്ട്. ഡയഗ്നോസ്റ്റിക്സിനകത്ത്, അതായത് ലാബ് ടെസ്റ്റ്, CT സ്കാൻ തുടങ്ങിയ അങ്ങനെയുള്ള ടെസ്റ്റുകളുടെ വിലയിലേക്ക് ചെലവും അതുപോലെ കൂടിയിട്ടുണ്ട്. ഇത് മോഡേൺ മെഡിസിൻ മാത്രമല്ല ഇത്രയേ ഉള്ളത്. ആയുർവേദ രംഗത്തും ഇതേ വർധനവ് അവിടെയുമുണ്ട്. ഹോമിയോ രംഗത്ത് വർധനവുണ്ട്. അതുപോലെ ഡോക്ടർമാരുടെ സർവീസിൻ്റെ ചിലവിനകത്തും ഇതുപോലൊരു വർധനവ് എല്ലാ രംഗത്തും പൊതുവെ കണ്ടുവരുന്നതാണ്. അത് ഒരു രംഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഉള്ളതല്ല. പക്ഷേ അതിനകത്തൊരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, പുതിയ ചികിത്സകൾക്ക്, പ്രത്യേകിച്ച് ക്യാൻസർ അല്ലെങ്കിൽ ഹൃദ്രോഗം, അത് വന്നിട്ടുള്ള ഇൻ്റർവെൻഷണൽ സർജറീസ്, ഇങ്ങനെയുള്ള ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ മോഡേൺ മെഡിസിനകത്ത് വലിയ തോതിലുള്ള ചിലവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ക്യാൻസർ അല്ലെങ്കിൽ പുതിയ ഇൻ്റർവെൻഷൻസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെയധികം ചിലവ്, ആൾക്കാർക്ക് പലപ്പോഴും താങ്ങാൻ പറ്റാവുന്ന അത്ര തന്നെ ചിലവ് വന്നിട്ടുണ്ട്. താങ്ങാൻ പറ്റാത്ത ചിലവ്, അതുതന്നെയാണ് പലപ്പോഴും രോഗികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ മരുന്നിൻ്റെ വിലയിടുന്നത് ആരാണ്? പലപ്പോഴും പല കമ്പനികളുടെ ഒരേ മരുന്ന് തന്നെ പല കമ്പനികളും പല വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. ചില മെഡിക്കൽ സ്റ്റോഴ്സിൽ പോലും വിലയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇതാരാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്? അവിടെയാണ് ഈ മരുന്നുമായി ബന്ധപ്പെട്ട മേഖലയിലെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം കിടക്കുന്നതൊക്കെ അവിടെയാണ്. മരുന്നെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്, എല്ലാവരും വാങ്ങുന്നത് ഒരേ തരത്തിലുള്ള രാസസാധനങ്ങളാണ്. ഡോക്ടർ പറഞ്ഞതുപോലുള്ള കെമിക്കൽസാണ് വാങ്ങുന്നത്.
പിന്നെ ഉള്ളത് അവർ ഉപയോഗിക്കുന്ന ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെയോ സാങ്കേതിക വ്യത്യസ്തത മാത്രമേ ഉള്ളൂ. പക്ഷേ ഉൽപ്പാദിപ്പിച്ചിറങ്ങുന്ന മരുന്നുകൾക്ക് അത് മരുന്നായി കഴിഞ്ഞാൽ ആ മരുന്നിനെല്ലാം ഏകദേശം ഒരേ വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നതാണ് റാഷണാലിറ്റി. ആ റാഷണാലിറ്റി പലപ്പോഴും സമൂഹത്തിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ വില നിശ്ചയിക്കുന്നത് ഉൽപ്പാദകരാണ്. വില നിശ്ചയിക്കാൻ 79 മുതൽ നമ്മുടെ രാജ്യത്ത് 4 തവണയായി കേന്ദ്ര സർക്കാർ നടപടികൾ എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു നിയമം തന്നെയുണ്ട്, ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ എന്ന് പറഞ്ഞ പ്രത്യേക നിയമം തന്നെ നിലവിലുണ്ട് രാജ്യത്ത്. എന്നാൽ ആ നിയമം കാലാകാലത്ത് ഡയല്യൂട്ട് ചെയ്ത് ഉൽപ്പാദകരുടെ സൗകര്യാർത്ഥമാക്കുകയും ഇപ്പം ഉൽപ്പാദകരിൽ തന്നെ മാർക്കറ്റിൻ്റെ സൗകര്യാർത്ഥമാക്കുകയും ചെയ്തു. മാർക്കറ്റിൽ വിറ്റഴിയുന്ന മരുന്ന് നല്ല മരുന്ന്, അതെ, മാർക്കറ്റിൽ എന്തു വിലയോ അത് ശരിയായ വില എന്ന അത്യന്തം അപകടകരമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഉൽപ്പാദകരാണ് വില നിശ്ചയിക്കുന്നത്. മരുന്നിൻ്റെ വില നിശ്ചയിക്കേണ്ടത് ഗവൺമെൻറ് തന്നെയാണ്. അത് ഉൽപ്പാദന ചെലവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളത് ഏറ്റവും യുക്തിപരമായ ഒരഭിപ്രായമാണ്. ഇപ്പോൾ ഹൃദ്രോഗത്തിന് ചികിത്സിക്കാൻ ഒരാൾ ചില ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റെൻറ്റിന് എന്ത് വിലയ്ക്കുള്ളതാകാം. അത് 20,000 രൂപയ്ക്ക് കിട്ടും, 60,000 രൂപയ്ക്ക് കിട്ടും, 1,20,000 ഏത് വേണമെന്ന ഡോക്ടറുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ 2 മിനിറ്റേ ഉള്ളൂ സമയം. ഈ 2 മിനിറ്റിൽ 20,000-ത്തേക്കാൾ എന്തുകൊണ്ടും 1,60,000 ഗുണകരമായിരിക്കുമെന്ന തോന്നൽ. പ്രമുഖ ക്യാൻസർ ചികിത്സകൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മേശപ്പുറത്തിരുന്ന 4 മരുന്ന് കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 6 ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടത്, ഇത് 20,000 രൂപയ്ക്കുള്ളതുണ്ട്, 80,000-നുണ്ട്, 1,07,000 ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണം തിരിക്കാൻ. രോഗിയുടെ ബന്ധുക്കളാണ് ഇരിക്കുന്നത്. രോഗിയുടെ ബന്ധുക്കൾ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് 20,000 കൊടുത്താൽ ഇത് കുറയാതിരുന്ന അത് ശരിയാകത്തില്ല. അപ്പോൾ 1,07,000 തന്നെ ആവാം, കുഴപ്പമില്ല. ഇവിടെയാണ് ഈ പ്രശ്നം. അപ്പോൾ ഇത് തീരുമാനിക്കാൻ രോഗിക്ക് ഒരു കപ്പാസിറ്റി ഇല്ല, നമുക്കാക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിർണ്ണയിക്കപ്പെടാൻ ഗവൺമെൻറ് ഏറ്റവും ഫലപ്രദമായി ഇടപെടണം. വില നിശ്ചയിക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഗവൺമെൻറ് ആണ് എന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ മരുന്നിൻ്റെ വില നിശ്ചയിക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ. മരുന്നിൻ്റെ മാത്രമല്ല, ആരോഗ്യരംഗത്ത് പൊതുവെ ഇതിനകത്ത് വളരെ ശക്തമായൊരു തീരുമാനം എടുക്കേണ്ട ബാധ്യത സർക്കാരിനാണുള്ളത്. ഇത് കേന്ദ്ര സർക്കാരിനാണെങ്കിലും സംസ്ഥാന സർക്കാരിനാണെങ്കിലും. നമുക്കറിയാം, ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു സ്വകാര്യ മേഖലയുടെ ഒക്കെ കടന്ന് വരവോട് കൂടിയിട്ട് ഒരു തരത്തിലുള്ള കൺട്രോളും സർക്കാരിൻ്റെ തലത്തിൽ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം ഒരു മാറ്റം വന്ന് 2010 നമ്മൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയപ്പോഴാണ് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും പുരോഗതി നമ്മൾക്കുണ്ടായിട്ടും ഒരു നിയമം പോലും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ പാസ്സാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. സർക്കാരിന് വിചാരിച്ചാൽ കൃത്യമായിട്ട് നിയന്ത്രിക്കാവുന്ന മേഖല മാത്രമാണ് ഈ ആരോഗ്യ മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളും. നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിൽ പോലും സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് വളരെ ഭംഗിയായി തന്നെ ഒരു ആരോഗ്യരംഗം അല്ലെങ്കിൽ ഇത്തരം ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായ മരുന്നുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരം ഒരു ചുമതല അവർ ഏറ്റെടുക്കുന്നില്ല? GDP-യുടെ 1% താഴെയാണ് നമ്മൾ വാസ്തവത്തിൽ ആരോഗ്യ മേഖലയിൽ ചിലവഴിക്കുന്നത്. ഈ പൈസ കൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംവിധാനം നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരോഗ്യ രംഗത്ത് 5 മുതൽ 10% വരെ ചിലവഴിച്ചാൽ മാത്രമേ ശരിക്കുമുള്ള ഒരു ആരോഗ്യം ജനങ്ങൾക്ക് പറ്റൂ എന്ന് ലോകാരോഗ്യ സംഘടന നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അത് മിക്കവാറും നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്ഡ് ആയിട്ടുള്ള മുന്നോട്ട് പോയിട്ടുള്ള രാജ്യത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 5 മുതൽ 10 അല്ല 15-20% ചിലവഴിക്കുന്ന രാജ്യങ്ങളുണ്ട്. അങ്ങനെ പൈസ ചിലവഴിക്കാൻ തയ്യാറാവുന്ന സർക്കാരുകൾക്ക് മാത്രമേ അവരുടെ ജനങ്ങളുടെ ആരോഗ്യം ഇതിനകത്ത് ഉള്ളത്. രണ്ടാമത്തെ കാര്യം, മരുന്നുകളുടെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ആരോഗ്യ രംഗത്തല്ല വാസ്തവത്തിൽ ഇതിൻ്റെ വില നിർണ്ണയിക്കപ്പെടുന്ന ഈ മരുന്നുകളുടെ ഈ പറഞ്ഞ വില നിർണ്ണയിക്കുന്ന അവകാശമുണ്ട്. അത് വാസ്തവത്തിൽ പെട്രോളിയം ആൻഡ് കെമിക്കൽസിനകത്താണ്. അപ്പോൾ ആ വകുപ്പിന് വാസ്തവത്തിൽ ജനങ്ങളുടെ ആരോഗ്യവുമായി ഒരു ബന്ധമില്ല. കാലാകാലങ്ങളിലായി എപ്പോഴും ആവശ്യപ്പെടുന്നതാണ് ഇത് മാറ്റിയിട്ട് ആരോഗ്യ രംഗത്തുള്ള ആൾക്കാരാണ്, ആരോഗ്യ മേഖലയാണ്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പായിരിക്കണം മരുന്നുകളുടെ വില നിർണ്ണയിക്കാനുള്ള, അല്ലെങ്കിൽ ഏതൊക്കെ മരുന്നുകളാണ് എസെൻഷ്യൽ ഡ്രഗ്സ് വേണ്ടത്, ഏതൊക്കെ മരുന്നുകളാണ് ഡ്രഗ് പ്രൈസ് കൺട്രോൾ ആക്ടിനകത്തേക്ക് വരേണ്ടത്, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ള വില നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്. മാർക്കറ്റ് കൺട്രോളിനകത്ത് ഗവൺമെൻറ്റിന് തന്നെ
പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് വില നമ്മൾ സിവിൽ സപ്ലൈസിൽ ഓണത്തിന് വില നിയന്ത്രിക്കുന്നത് പോലെ അങ്ങനെ കൊണ്ടുവരാം. ഇങ്ങനെയുള്ള നിരവധി ടൂൾസ് വാസ്തവത്തിലുണ്ട്. അപ്പോൾ അത് വാസ്തവത്തിൽ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരവധി എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏത് സർക്കാരും എടുത്തിട്ടുണ്ട്. കാരുണ്യ മെഡിക്കൽസ് അതൊരു പ്രധാനപ്പെട്ട സംരംഭമാണ്. മരുന്ന് കമ്പനികളുമായി നേരിട്ട് തന്നെ ബാർഗെയിൻ ചെയ്തിട്ട് വില കുറച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുക. ഇടനിലക്കാരെ ഒഴിവാക്കുമ്പോൾ വലിയൊരു പൈസ അത് കുറഞ്ഞ് കിട്ടും. അതുപോലെ പേയിങ് കൗണ്ടർ എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജുകൾ നടത്തുന്ന സംവിധാനം, ജനൌഷധി എന്ന് പറഞ്ഞ പുതിയ സംവിധാനം, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും മരുന്നുകളുടെ വില കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് കഴിയേണ്ടതാണ്. അത് വാസ്തവത്തിൽ നിരവധി കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം എന്ന് പറയേണ്ടത് സർക്കാർ ഈ മേഖലയിൽ കൂടുതൽ പൈസ ചെലവാക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നീതി മെഡിക്കൽ അല്ലെ കാരുണ്യ മെഡിക്കൽസ് എന്നൊക്കെ പറയണം, ഇത് യഥാർത്ഥത്തിൽ ആ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്? കേരള സംസ്ഥാനത്ത് വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മരുന്ന് മാഫിയ, നമ്മുടെ സ്പിരിറ്റ് മാഫിയ, മണൽ മാഫിയ എന്ന് പറയുന്നതിനെക്കാട്ടും അപ്പുറം ഇന്ത്യ രാജ്യത്ത് നിലകൊള്ളുന്നതിന് അപ്പുറം തന്നെയാണ് എല്ലാത്തിനും മാഫിയ. മാഫിയ, മരുന്ന് മാഫിയകൾ എന്ന് പറഞ്ഞ ഒരു വലിയ സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2012, 2013 അന്നത്തെ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രി 5 തവണ കേരളത്തിലെ സജീവമായി പ്രവർത്തിക്കുന്ന വലിയ കമ്പനികളുടെ ഒരു യോഗം വിളിച്ചു സെക്രട്ടേറിയറ്റിൽ. ഒരൊറ്റ കമ്പനിക്കാർ പങ്കെടുത്തില്ല. അത് വളരെ ഇന്ന് ഇവിടെയും അതെ, പലരും നമ്മൾ വിളിച്ചിട്ട് ആരും പങ്കെടുക്കാൻ തയ്യാറല്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, അവിടെ നിരുന്നാൾ ആശുപത്രിയിൽ മാത്രം പേയിങ് കൗണ്ടറിൽ കിട്ടുന്ന ക്യാൻസർ രോഗിക്കുള്ള ഒരു മരുന്ന്, അത് അവിടെ മാത്രമേ വിൽക്കാവൂ. അതിനകത്ത് 13,700 രൂപയാണ് ആ മരുന്നിൻ്റെ വില. ഞാൻ എല്ലാ ഡോക്ടർമാരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല. ആ മരുന്ന് അവിടെ മാത്രമേ കിട്ടുമെന്ന് ഈ ഡോക്ടർക്ക് അറിയാം. എന്നാൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള ഈ മെഡിക്കൽ സ്റ്റോറിൽ പോയി താങ്കൾ ആവശ്യപ്പെടണമെന്ന് പറയുമ്പോൾ ആ മരുന്ന് ഷോപ്പിലെ ഒരാൾ ബൈക്കിൽ പോയി ഗോഡൗണിൽ പോയി എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇത്ര നീളമുള്ള ഒരു ഇഞ്ചക്ഷന് 3,400 രൂപ മാത്രമേ ഉള്ളൂ. MRP 13,700 രൂപ വാങ്ങി ബൈക്കിൽ കൊണ്ടുവന്ന് ഒറ്റയടിക്ക് തന്നെ 10,000 രൂപ ആ മെഡിക്കൽ സ്റ്റോറുകാർ സമ്പാദിക്കുന്നു. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു സ്ഥിതിയാണ്. ഈ മരുന്ന് മാഫിയകളെ നിയന്ത്രിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റോ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാറിയും തിരിഞ്ഞ് വരുന്ന സർക്കാരുകൾക്ക് കഴിയുന്നില്ല. അതൊരു വലിയ വിഷയമായി തീരുന്നു. മാത്രമല്ല ചില ഡോക്ടർമാർ, ചിലവർ, എല്ലാ ഡോക്ടർമാരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല, ചില ഡോക്ടർമാർ മരുന്ന് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നു ഇന്ന മെഡിക്കൽ സ്റ്റോറിൽ തന്നെ പോയി മരുന്ന് വാങ്ങണം, ഇന്ന ലാബിൽ പോയി പരിശോധന നടത്തണം, ഈ സ്കാനിങ് ഇവിടെ മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇത് ആരാ നിയന്ത്രിക്കേണ്ടത്? കഴിഞ്ഞ അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് ഇതൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അന്നത്തെ ആരോഗ്യവകുപ്പൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് കൊണ്ടുവന്ന ഒരു കാര്യം ഇന്ന് നടക്കാത്തൊരു സ്ഥിതിയിലേക്കാണ് ഇത് പോകുന്നത്. വലിയൊരു മാഫിയ, അവരെ നിയന്ത്രിച്ചേ പറ്റൂ. അതിന് ഈ ഗവൺമെൻറ്റിന് കഴിയും. സാധാരണഗതി ഒരു പുതിയ മരുന്ന് ഒരു ഡോക്ടർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതേക്കുറിച്ച് എങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ മാഫിയയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ആൾ ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മാഫിയ എന്നുള്ള വാക്കിന് ആദ്യം ഒരു മറുപടി പറഞ്ഞിട്ട് ഞാൻ ഈ ചോദ്യത്തിലോട്ട് വരാം. ഇതൊരു മാഫിയ അല്ല. ആക്ച്വലി ഞങ്ങളെല്ലാം ഓരോ പോളിസി അല്ലെങ്കിൽ ഒരു കംപ്ലയൻസ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു മരുന്ന് കമ്പനിക്കാർ പോലും ഇവിടെ വരാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ മുമ്പിൽ ഉത്തരം പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവരിവിടെ വരാത്തത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിയാണ്. അത് ഒരു പക്ഷേ അങ്ങനെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഒരു പക്ഷേ അവർക്ക് അവരുടെ കമ്പനിയുടെ അപ്രൂവൽ വേണ്ടി വരും. ഈ കാര്യങ്ങൾ പറയുന്നതിൽ ചിലപ്പം സമ്മതം വേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. പക്ഷേ ഞാൻ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒരു മെയിലിൽ കൂടെ സാധിക്കാവുന്നതാണ്. പക്ഷേ പലരും ഒരു കോൺട്രവേഴ്സി വേണ്ട എന്നുള്ളതിൽ വേണ്ട, നമ്മൾ പോകണ്ട, കോൺട്രവേഴ്സി വരും എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കോൺട്രവേഴ്സി എന്താണെന്ന് ഞാൻ പറയാം. ഒന്ന്, മാഫിയ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു പോളിസി ഇല്ലാത്ത കമ്പനികളല്ല. ഇവർക്കെല്ലാം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസികളുണ്ട്. നമ്മൾ ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ. കൊടുക്കുന്ന ഒരു കോംപ്ലിമെൻറ്റ്, അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ബാഗുമായിട്ട് പോകുന്ന കുറേ കോംപ്ലിമെൻറ്റ് കൊടുക്കാനാണ്. ഒരു അമീർ ഖാൻ്റെ ഒരു ടോക്ക് ഷോയിൽ വന്ന് മെഡിക്കൽ റെപ്പുകൾ ക്യാഷുമായിട്ടാണ് ബാഗിൽ പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകും. അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസികളുണ്ട്. കൊടുക്കുന്ന കോംപ്ലിമെൻറ്റ് എന്തായിരിക്കണം? അത് കോംപ്ലിമെൻ്റ് അല്ല, ഒരു ബ്രാൻഡ് റിമൈൻഡർ എന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഈ കൊടുക്കുന്നത് കാറോ, പലരും വിചാരിക്കുന്നുണ്ട് കാറ് കൊടുക്കുന്നുണ്ട്, ഡോക്ടർ ഫ്രിഡ്ജ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെ സിനിമയിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ 20 വർഷമായിട്ട് ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു കോംപ്ലിമെന്റ് സാർ അത് വെറുതെ പറയുന്നതാണ്. ടൂർ പാക്കേജ് വരെ കൊടുക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, നിഷേധിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയെ സേവ് ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കോംപ്ലിമെന്റ്സ് കൊടുക്കുന്ന ഒരുപാട് കമ്പനി ഉണ്ട്. ഞാൻ അതിലോട്ട് വരാം. ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് പോകുമ്പോൾ 2 രീതിയിലുള്ള പ്രോഡക്റ്റാണുള്ളത്. ഒന്ന് ഒരുപാട് കമ്പനികൾക്ക് ഉണ്ടായിരിക്കും ഒരേ മരുന്ന് തന്നെ. അപ്പോൾ ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബ്രാൻഡ് ഡോക്ടറിൻ്റെ മനസ്സിൽ നിർത്തുക എന്നുള്ളതാണ്. അതൊന്ന്. ഒരേ കെമിക്കലുള്ള പല വിധത്തിലുള്ള പല ബ്രാൻഡ് നെയിം, അതിൽ ഞങ്ങളുടെ ബ്രാൻഡ് എഴുതിക്കുക. അതിനെന്തെങ്കിലും അഡ്വാൻറ്റേജ് ചിലപ്പോൾ കാണാം, ബ്രാൻഡ് ടു ബ്രാൻഡ് അഡ്വാൻറ്റേജസ് ഉണ്ടാകാം. ചില മരുന്നുകളിൽ ഒരേ കണ്ടൻറ്റ് തന്നെ ആയിരിക്കും, പക്ഷേ 2 കമ്പനികളിൽ 2 ഷെൽഫ് ലൈഫ് ആയിരിക്കും. ഒരെണ്ണം 2 വർഷത്തെ എക്സ്പയറി ആവും, ചിലപ്പോൾ ഒരെണ്ണം 1 വർഷത്തിൽ എക്സ്പയറി ആവും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ മരുന്നിൻ്റെ റോ മെറ്റീരിയൽ, മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സ്, ഇപ്പം ഉപയോഗിക്കുന്ന ഫാക്ടറികൾ, ഇതെല്ലാം ഒരു വിഷയമാണ്. ഒരേ മരുന്ന് തന്നെ പല രീതിയിൽ കൂടെ ഉണ്ടാക്കാം. പ്രോസസ്സ്, വ്യത്യസ്തമായ പ്രോസസ്സിൽ കൂടെ മരുന്ന് ഉണ്ടാക്കിയെടുക്കാം. റിസർച്ച്. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് ഒരു കമ്പനി ഒരു മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ആ കമ്പനി ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ മരുന്ന് കണ്ടുപിടിക്കുന്നത്. ആ മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് പാഴായിപ്പോയ റിസർച്ചും കാണും. ഒരു 10 മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ അതിൽ 8 എണ്ണം ഫെയിലിയർ ആയിട്ടായിരിക്കും 2 എണ്ണം മരുന്ന്. തീർച്ചയായിട്ടും ഈ കമ്പനികളെല്ലാം ലാഭം നോക്കി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് അവർ ഈ 2 മരുന്നിൽ നിന്നും എടുക്കാനായിട്ട് വില നിശ്ചയിക്കുന്നു. നമ്മളൊരു പുതിയ മരുന്ന് വരുമ്പോൾ അത് എങ്ങനെയാണ് മറ്റുള്ള മരുന്നിനെ അപേക്ഷിച്ച് ഗുണത്തിലും സൈഡ് എഫക്ട്സിലും ഒരു കൺവീനിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഡോസ്. ചില മരുന്നുകൾ ഒരു ദിവസം 3 എണ്ണം കഴിക്കണം, അത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ മരുന്നാണെങ്കിൽ 2 എണ്ണം കഴിച്ചാൽ മതി, അതൊരു അഡ്വാൻറ്റേജാണ്. ചില മരുന്ന് കഴിക്കുമ്പോൾ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവും, ഇതിന് ആ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. പിന്നെ തീർച്ചയായിട്ടും എഫിക്കസി, അതിൻ്റെ ഒരു ഗുണം അത് പേഷ്യൻറ്റിന് കിട്ടണം. ഇത് 3ആണ് നമ്മൾ സാധാരണഗതിയിൽ കൺവിൻസ് ചെയ്യുന്നത്. ഈ മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ മെഡിക്കൽ സ്റ്റോറിൽ എക്സ്പയറി ഡേറ്റിൻ്റെ തലേ ദിവസം വരെ ഈ മരുന്ന് സൂക്ഷിക്കുമോ, അതോ ഇത്ര ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മരുന്ന് കമ്പനിക്കാരെ വിവരം അറിയിച്ച് ഇത് തിരിച്ചു കൊടുക്കുകയാണോ? എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്? ഈ 6 മാസത്തിന് മുമ്പ് ഈ കമ്പനിക്കാരെ അറിയിച്ചാൽ അവർ തിരിച്ചെടുക്കുന്ന രീതിയുണ്ട്. ഈ ശ്രദ്ധയിൽപ്പെടാതൊക്കെ ഉണ്ടാവും. പക്ഷെ അന്നേരം ഈ അവരുടെ ബില്ലിംഗ് ടൈമിന് അവർക്ക് ഈ ഡേറ്റ് മനസ്സിലാക്കാൻ കഴിയും. അന്നേരം വാങ്ങുന്നവരും കൂടെ ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. ബില്ലടിക്കുമ്പോൾ ബാച്ച് നമ്പരും അതിൻ്റെ എക്സ്പയറി ഡേറ്റും എൻട്രി ചെയ്യണം. അപ്പോഴന്നേരം ഈ എക്സ്പയറി ആവുന്ന മരുന്ന് എന്തായാലും എത്താൻ. സർക്കാർ ആശുപത്രികളിൽ ഈ പറയുന്ന രീതിയിൽ വളരെ കറക്റ്റായിട്ട് പിന്നെ ഫ്രീസറിൽ ഇത് സൂക്ഷിക്കുകയും കൃത്യം ഇത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചുകൂടെ അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി നടക്കുന്നുണ്ടോ സർക്കാർ ആശുപത്രികളിൽ? അത് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ പലപ്പോഴും പല പരിമിതികളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മരുന്നുകളുടെ സ്റ്റോറേജ്, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അത് തിരിച്ചു നൽകുന്നതിലുള്ള സമയം, അതിലെല്ലാം പലപ്പോഴും ലാപ്സ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ മരുന്നുകൾ ഇത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതെന്നതിൽ അർത്ഥമില്ല. ഒരുപാട് പണം സർക്കാരിൻ്റെ അതുകൊണ്ട് ചിലപ്പോൾ വേസ്റ്റ് ചെയ്യപ്പെടാം. കാരണം ഈ മരുന്നുകൾ അത് കളയേണ്ടി വരും. അപ്പോൾ അത്തരം കാരണങ്ങൾ കൊണ്ട് വേസ്റ്റ് ചെയ്യപ്പെടാം. ഡോക്ടർ, അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചാൽ, IMAയുടെ യഥാർത്ഥത്തിലുള്ള ദൗത്യം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാനാണ് ഞാനിരുന്നത്. കാരണം ഇവിടെ ഇതിനെ സംബന്ധിച്ചൊരു ചർച്ച വന്നിരുന്നു. അതിൻ്റെ പല പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് ഡോക്ടർ സന്തോഷ് കുമാർ, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ അതോ ഡോക്ടർമാർക്ക് വേണ്ടിയുള്ളതാണോ? IMA എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഡോക്ടർമാരാണ് അതിൽ അംഗങ്ങൾ എന്നുള്ളത് യാദൃശ്ചികം മാത്രമാണെങ്കിലും ഞങ്ങളുടെ പരിപാടികളും പദ്ധതികളും എല്ലാം ജനക്ഷേമപരമായ കാര്യങ്ങൾക്ക്, അതുപോലെ ആരോഗ്യകരമായ പോളിസികൾക്കും സർക്കാരിൻ്റെ നയങ്ങൾക്കും വേണ്ടിയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നും പ്രവർത്തിക്കുന്നത്. ഈ മരുന്നുമായി ബന്ധപ്പെട്ട മേഖലയിലെ പ്രശ്നങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. അതിൽ ഡോക്ടർ സന്തോഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇൻ ഹെൽത്ത് കെയർ, ഞാൻ ചികിത്സക്കായി എൻ്റെ പോക്കറ്റിൽ നിന്ന് എത്ര പണം മുടക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഇന്ത്യയിൽ ഇന്ന് ഈ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ പഠനമനുസരിച്ച് ഓരോ വ്യക്തിയും 80% പണം ചികിത്സയ്ക്കായി സ്വന്തം പോക്കറ്റിൽ നിന്ന് മുടക്കിയേ തീരൂ. ഏതൊരു ഡെവലപ്ഡ് കൺട്രി, അതിപ്പോൾ മുതലാളിത്ത രാജ്യങ്ങളുണ്ട്, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുണ്ട്, അവിടെയെല്ലാം അത് 20% താഴെയാണ്. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ പോലും അത് 40% താഴെയാണ്. പക്ഷേ ഇന്ത്യയിൽ അത് 80% എല്ലാവരും സ്വന്തം കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല, ഈ സാങ്കേതിക വിദ്യയുടെ വരവും മരുന്നുകളുടെ വിലയും കാരണം അത് വർദ്ധിച്ചു വരുന്നു. അത് ഒരു മേഖലയിൽ മാത്രം, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മാത്രമല്ല,
ഈ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ സ്റ്റഡിയിൽ നോക്കിയാൽ അറിയാം. പ്രസവ സംബന്ധമായ ചിലവ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ 10,000 മുതൽ 20,000 വരെ ആവറേജ് ആകുമ്പോൾ അത് ആയുർവേദത്തിൽ 20,000 മുതൽ 35,000 വരെയാണ്. കാരണം പ്രസവരക്ഷാ മരുന്നുകൾ പലരും വ്യാപകമായി അതിൽ ഉപയോഗിക്കുന്നുണ്ട്, അതിന് വളരെയധികം ചിലവും വരുന്നുണ്ട്. അതേസമയം നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ പഠനത്തിൽ തന്നെ പറയുന്നു ഇന്ത്യയിൽ മുഴുവൻ 98% രോഗികൾ IP ചികിത്സയ്ക്കും 94% രോഗികൾ OP ചികിത്സയ്ക്കും ആധുനിക വൈദ്യശാസ്ത്രത്തെയാണ് ആശ്രയിക്കുന്നത്. അതേസമയം ഈ പറഞ്ഞതുപോലെ 1.9% ഓഫ് GDP മാത്രമാണ് ഇന്ന് ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ മരുന്നുകൾ കൃത്യമായി നൽകുവാനായിട്ട്, സൗജന്യമായി നൽകുവാൻ സർക്കാരിന് നയമില്ല, പണവുമില്ല. അതുപോലെ മരുന്നുകളുടെ ഗുണനിലവാരം എങ്ങനെ പരിശോധിക്കപ്പെടുന്നു? ഇവിടെ ഇറങ്ങുന്ന ഇന്ന് ഇന്ത്യയിൽ 70,000-ഓളം മരുന്ന് ഫോർമുലേഷനുകൾ മാർക്കറ്റിലുണ്ട്. ഈ ഓരോ മരുന്നുകളുടെയും ഓരോ ബാച്ചും സർക്കാർ സംവിധാനത്തിലൂടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് വിൽക്കപ്പെടുന്നുവെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും ഇന്ത്യയിൽ മൊത്തം 1 കോടിയോളം പരിശോധനകൾ നടക്കണം. പക്ഷേ ഇന്ന് സർക്കാരിൻ്റെ കയ്യിലുള്ള സംവിധാനങ്ങളിലൂടെ ഏകദേശം 10,000-ൽ താഴെ പരിശോധനകൾ നടത്തുവാനുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഭൂരിഭാഗം മരുന്നുകളും ഗുണനിലവാര പരിശോധന ഇല്ലാതെയാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതെന്ന് കാണാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാനുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. മരുന്നുകളുടെ വില കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഈ മേഖലയിലാണ് സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ ആവശ്യമുള്ളത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് നമ്മളിപ്പോൾ കേരളത്തിൽ ഏറ്റവും ഗുണനിലവാരമുള്ള മദ്യം ജനങ്ങൾക്ക് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുവാൻ അത് സർക്കാർ പൂർണ്ണമായി അതിൻ്റെ വിതരണം ഏറ്റെടുത്ത് സർക്കാർ സംവിധാനത്തിലൂടെ നൽകുന്നുണ്ട്. ആ മദ്യത്തോട് കാണിക്കുന്ന ഇതുപോലും മരുന്നുകളോട് കാണിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്. വൻതോതിലുള്ള പ്രൈവറ്റ് കോർപ്പറേറ്റ് ആശുപത്രികൾ വലിയ തോതിൽ കഴിഞ്ഞ 2 ദശകങ്ങൾ കൊണ്ട് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചികിത്സ എന്ന് പറയുന്നത് ടെക്നോളജിയുടെ പ്രയോഗമാണ്. ഏറ്റവും മുന്തിയ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും മുന്തിയ ടെക്നോളജിയാണ്. ഏറ്റവും ഗുണപരമായ ചികിത്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കപ്പെടുന്നു എന്ന രീതിയിലേക്ക് ജനങ്ങൾ ചിന്തകൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ പരസ്യങ്ങൾ, ഡോക്ടർ ഓൺ കാൾ, ഇതെല്ലാം പങ്കുവഹിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളും അതിലൊരു ഗുണഭോക്താവാണ് ഈ ചികിത്സയുടെ ചിലവ് വർദ്ധിച്ചതിലും. അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ ഈ ചികിത്സയുടെ ചിലവ് വർദ്ധിച്ചതിൻ്റെ ഒരു ഗുണഭോക്താവ് വലിയൊരു വിഭാഗം ഡോക്ടർമാരാണ്. വൻകിട ആശുപത്രികളും കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിലെ കോർപ്പറേറ്റ് ഡോക്ടർമാരും അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അപ്പോൾ ഇത് കാണാതെ ലളിതമായി നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ വൻകിട കോർപ്പറേറ്റ് ആശുപത്രികളിലെ കോർപ്പറേറ്റ് ഡോക്ടർമാർ അവർ ഡോളറിൻ്റെ റേറ്റിലാണ് മരുന്ന് കണക്കെഴുതുകയും ചിലവെഴുതുകയും ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിന് മരുന്ന് എഴുതുകയും ചെയ്യുന്ന രീതി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഴുതപ്പെടുന്ന മരുന്നുകളിൽ ഒരു 30-40% മരുന്നുകൾ യഥാർത്ഥത്തിൽ എഴുതേണ്ടതില്ല എന്നുള്ളത് പരിശോധിച്ചു. ഇത് ഈ പ്രിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ നടന്നിട്ടുണ്ട്. പ്രിസ്ക്രിപ്ഷൻസിൻ്റെ യഥാർത്ഥത്തിൽ ഇത് നീഡുണ്ടോ അത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 30-40% മരുന്നുകൾ ഒരു രോഗിക്ക് എഴുതപ്പെടുന്ന പ്രിസ്ക്രിപ്ഷനിൽ ആവശ്യമില്ലാത്തതാണ്. 30-40% മരുന്ന് ഈ ഇൻവെസ്റ്റിഗേഷൻസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ യഥാർത്ഥത്തിൽ ഇതില്ലെങ്കിലും ഈ രോഗം ചികിത്സിക്കുന്നതിനും പിന്നെ ഡയഗ്നോസ് ചെയ്യുന്നതിനും ചികിത്സിക്കുന്നതിനും തടസ്സമില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പിന്നെ അതുപോലെ ഈ മരുന്ന്, അപ്പോൾ ഈ മരുന്നെഴുത്തിൻ്റെതാണെന്നുണ്ടെങ്കിലും ചികിത്സയുടെ പരിശോധനകളെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും ഈ കാര്യങ്ങളിലെല്ലാം വിപണി ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചികിത്സ വിപണിവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒരു വിഷയത്തിനകത്ത് ഈ ചികിത്സയിലെ ഒരു നൈതികത ഒരു വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് മരുന്നെഴുതുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന ഡോക്ടർമാരുടെ നൈതികതയും ഒരു വലിയ വിഷയമാണ്. ഇപ്പം നേരത്തെ ഒരു ചോദ്യം ചോദിച്ച് IMA ഏത് ഇതിനു വേണ്ടിയുള്ള സംഘടനയെന്ന് ചോദിച്ചു. അതിനകത്ത് നമ്മൾ ഒഴുക്കി പറഞ്ഞത് കൊണ്ട് കാര്യമൊന്നുമില്ല. IMA എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയനാണ്, CIT ഒരു ട്രേഡ് യൂണിയനാണ്, IMA എന്ന് പറയുന്നതും ഒരു ട്രേഡ് യൂണിയനാണ്. IMA പിന്നെ ജനങ്ങളുടെ പങ്ക് വേണ്ടി സേവിക്കുന്നു എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ
ഒരു ഭംഗി വാക്കാണ്. ഒരു ചികിത്സയിലെ ഒരു ചർച്ചയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കും. നമ്മളിപ്പോൾ സംഘടനയെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു സംഘടനയെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് കടന്നു വന്ന പ്രയോജനമില്ല. കാരണം അദ്ദേഹം തെറ്റായ രീതിയിലേക്കാണ് പറയുന്നത്. അല്ല, ഇവിടുത്തെ വിഷയം അങ്ങനെയാണെങ്കിൽ സംഘടനയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. ഒരാൾ പറയുമ്പോൾ കേട്ടോ. അതല്ല, വിഷയവുമായി ഡോക്ടർ അദ്ദേഹം ചോദിക്കുന്ന താങ്കൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല. അപ്പൊ അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞിട്ട് താങ്കൾക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് IMA ഇപ്പോൾ ഒരു ചികിത്സയുടെ സംബന്ധിച്ചിട്ടോ ആശുപത്രികളിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടോ ഉള്ള ഒരു തർക്കമോ നടക്കുന്ന ഘട്ടത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഏതൊരു ട്രേഡ് യൂണിയനെയും പോലെ ഏതൊരു സർവീസ് സംഘടനയും പോലെ IMAയും വന്നിട്ട് ആ ചെയ്തതെല്ലാം ശരിയാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ 10-30 കൊല്ലമായത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വന്തം എറർ ചികിത്സയിൽ ചില പിഴവ് വരും, എനിക്കും വരും. ഞാൻ ക്ലിനിഷ്യനാണ്, ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മളുടെ കയ്യിലും ചിലപ്പം പിഴവ് വരും. അപ്പോൾ ആ ഘട്ടത്തിൽ ചികിത്സയുടെ ഒരു പ്രോട്ടോകോൾ ബേസ്ഡാണ് ആകാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ആ എററിനെ എല്ലാ ഘട്ടത്തിലും ഇത് പൂർണ്ണമായും ഡോക്ടർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു സംഘടന ട്രേഡ് യൂണിയൻ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. IMAയുടെ ഇതിൻ്റെ മാനുവൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇനി നേരത്തെ ചോദിച്ച മരുന്നിൻ്റെ ഗുണനിലവാര പരിശോധനയെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ കാണേണ്ടുന്നത് നിലവിൽ ഈ മരുന്നിൻ്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് പരിശോധനയെ സംബന്ധിച്ച് നമ്മൾ എങ്ങും എത്തിയിട്ടേ ഇല്ല. കമ്പനി ഒരുപക്ഷെ നമ്മൾ ബൾക്ക് പർച്ചേസിൻ്റെ ഘട്ടത്തിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനോ അല്ലെങ്കിൽ കാരുണ്യക്കൊക്കെ കൊടുക്കുന്ന സാമ്പിൾ ചിലപ്പം കറക്റ്റായിരിക്കും, അതിൻ്റെ ടെക്നിക്കൊക്കെ ഇവരൊക്കെ. പക്ഷേ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാൻ കൊടുക്കുന്ന ബൾക്ക് സപ്ലൈ എന്ന് പറയുന്നത് ആ നിലവാരത്തിലുള്ളതാണെന്ന് ഒരു ഉറപ്പ് വരുത്താൻ നമുക്ക് സംവിധാനം. അപ്പോൾ എന്ത് വേണം? മാർക്കറ്റിൽ നിന്ന് സാമ്പിൾസ് ശേഖരിച്ച് വിപണിയിലിരിക്കുന്ന സപ്ലൈ ചെയ്ത സാമ്പിൾസും കൂടി ശേഖരിച്ചിട്ട് രണ്ടാം ഘട്ടം എന്നുള്ള ആദ്യ ഘട്ടത്തിൽ അവർ തരുന്ന സാമ്പിൾ ശേഖരിച്ച് പഠനം നടത്തണം, വിലയിരുത്തണം. അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ പ്രിസർവ് ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിലാണോ അതുള്ളത്. രണ്ടാമത് മാർക്കറ്റിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചിട്ട് ആ സാമ്പിളിലും ഇതേ പറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ റാൻഡമായിട്ടും. ഇപ്പോൾ ഇതിനുള്ള സംവിധാനം നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഉറപ്പുവരുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് ഉത്തരവാദിത്വം ഭരണകൂടത്തിൻ്റെയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മൾ പലപ്പോഴും പല ചർച്ചകളിലും ഒക്കെ വരുന്നുണ്ട്. അതൊരു പക്ഷേ പ്രായോഗികമാകുമെന്നാണ് നമ്മളെ ഒരു ആഗ്രഹം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഫാർമസി മെഡിക്കൽ കോളേജുകളോടൊപ്പമുള്ള ഫാർമസി കോളേജസിൻ്റെ സംവിധാനം ഉപയോഗിച്ചിട്ട് അതിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സാമ്പിൾസ് കളക്ട് ചെയ്ത് അവിടങ്ങളിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിലവിൽ ഇല്ല, പക്ഷേ ഇനി വരേണ്ടതുണ്ട്. ഇത്തരം ചർച്ചകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പരിശോധന രീതിയിലുള്ള പല കാര്യങ്ങളും നടന്നിരുന്നു. പക്ഷെ അപ്പോഴും ഇതെല്ലാം ഒരു തീരുമാനമായി വരുന്നത് വരെ ബലിയാടാവുന്നത് സാധാരണ രോഗികളല്ലേ, അല്ലെങ്കിൽ പൊതുജനമല്ലേ? ഇന്ത്യയിൽ മരുന്നിൻ്റെ കച്ചവടത്തെക്കുറിച്ച് ആധികാരികമായ നിരവധി ഗ്രന്ഥങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ ആളാണ്. എത്രയോ ഡോക്യുമെൻറ്റുകൾ ഞങ്ങൾ പുറത്തുവിട്ടു. ഇപ്പോഴും പക്ഷേ ചോദ്യോത്തരത്തിൽ നിൽക്കുകയാണ്. മരുന്ന് കമ്പനിയോട് ചോദിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ ജയപ്രകാശ് പറഞ്ഞത് ഈ ഡോക്ടർമാർ എണ്ണമറ്റ ഇപ്പോൾ ഡോക്ടർ ജയപ്രകാശിനെ പോലെയും അതുപോലെ IMAയിൽ തന്നെയും നിരവധി നല്ല ആളുകൾ ഒരുപാട് പേർ ഇതൊന്നും വാങ്ങാത്തവരുണ്ട്. പക്ഷേ അവർ ഒരാൾ വാങ്ങുന്നില്ലയോ ഉള്ളതല്ല ക്വസ്റ്റ്യൻ. വേണം മരുന്നുകൾ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്നത് അധാർമികമായ വിപണന തന്ത്രത്തിലൂടെയാണ്. അതിലൊരു കക്ഷി ഡോക്ടർമാരുമാണ്. അതിൽ സ്വാഭാവികമായും ഡോക്ടർമാരാവും ഒരു പക്ഷേ. കാരണം ഡോക്ടറിലൂടെ അല്ലാതെ ഈ മരുന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോലല്ലോ. അവിടെ നിങ്ങൾ ഫ്രിഡ്ജാണോ കൊടുക്കുന്നത്, അതൊക്കെ നമ്മളെ വളരെ പഴഞ്ചൻ ധാരണയാണ്. നമ്മളിപ്പോഴും ഈ ഫ്രിഡ്ജിലൊക്കെ നിൽക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല. ഇത് മെഡിക്കൽ അഡ്മിഷൻ, കർണാടകയിലെ മെഡിക്കൽ അഡ്മിഷൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം നമ്മൾ ഫലപ്രദമായി പ്രയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞത്. പിന്നെ അതെ മാഡം, അതൊക്കെ ഞാൻ പറയുന്നത് അറിയോ, ഇതിപ്പോൾ പക്ഷേ ഇതെല്ലാം നമ്മളിപ്പോൾ കേരളത്തിൽ എത്ര പേര് 1 ലക്ഷത്തോളം വരുമോ നമ്മൾ? അല്ല, കേരളത്തിൽ നമ്മുടെ ഡോക്ടർ കേരളത്തിൽ 40,000. അപ്പോൾ ഈ 40,000 എടുത്താൽ ഈ പറയുന്നതൊക്കെ വളരെ മൈനോറിറ്റിയാണ്. മഹാഭൂരിപക്ഷം വരുന്ന ഡോക്ടർമാർ ഇതിൻ്റെ ഒരു ഒരു ഭാഗമാണ് എന്ന സമൂഹം തെറ്റിദ്ധരിക്കരുത്. ഞാൻ കംപ്ലീറ്റ് ഈ IMAയുടെ കോൺഫറൻസ്
സ്പോൺസർ ചെയ്യുന്നത് അല്ലെ CMA കോൺഫറൻസ് സ്പോൺസർ ചെയ്യുന്നതും മരുന്ന് കമ്പനികളാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. തിരിച്ചു വരാം. ഇദ്ദേഹം പറഞ്ഞിട്ട് എല്ലാ ഓർഗനൈസേഷനുകളുടെയും കോൺഫറൻസ് സ്പോൺസർ ചെയ്യുന്നത് മരുന്ന് കമ്പനികളാണ്. മരുന്ന് കമ്പനികളെ സ്പോൺസർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 30 കൊല്ലമായി മരുന്ന് കമ്പനികളുടെ വിപണന തന്ത്രത്തെ എക്സ്പോസ് ചെയ്യുകയും ഇത് നിയന്ത്രിക്കുന്നതിന് സർക്കാരിൻ്റെ ഇടപെടൽ, പൊതുസമൂഹത്തിൻ്റെ ഇടപെടൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് IMA തന്നെ ഒരു കാലത്ത് സെൽഫായിട്ടൊരു നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തി. ഒന്നും ഫലപ്രദമായില്ല. IMAയുടെ മെമ്പർമാർ അത് വളരെ ബ്രൂട്ടലായി വയലേറ്റ് ചെയ്യുന്നത് അവരുടെ ഭാരവാഹികൾക്ക് നിയന്ത്രണ സംവിധാനം എങ്ങനെ കാശ് വാങ്ങരുത്, നിങ്ങൾ അവരെ പണം വാങ്ങി യാത്ര പോകരുത്, ലാബുകളുടെ കമ്മീഷൻ വാങ്ങരുത്. നല്ല നിയന്ത്രണം. IMAയുടെ നിയന്ത്രണങ്ങളെല്ലാം നന്നായിരുന്നു. പക്ഷെ അതിനകത്തിരിക്കുന്ന IMAയുടെ മെമ്പർമാരായിട്ടുള്ള ഡോക്ടർമാർക്ക് ചെറുത്തു നിൽക്കാനാകാത്ത തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നവരാണ് ലോകത്തെ മരുന്ന് കമ്പനികളെ നമ്മൾ മനസ്സിലാക്കണം. പ്രലോഭനമാണ് അത്. ഇത് വളരെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നം എനിക്ക് എൻ്റെ രോഗിയെ ചികിത്സിക്കുക എന്നുള്ളതാണ്. ആ ചികിത്സിക്കാൻ ആവശ്യമായ ചില മർമ്മപ്രധാന കാര്യങ്ങൾ കൈമാറ്റം ചെയ്യാൻ മരുന്ന് കമ്പനിക്ക് പറ്റും. പക്ഷെ പറ്റണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇരയാകണം, നിങ്ങളെനിക്ക് വിധേയമാകണം എന്നുള്ള ഏറ്റവും അത്യന്താധുനികമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് വരുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഒരു എത്തിക്സ് കമ്മിറ്റിയെ നിയമിച്ചിട്ട് ഇനി ഡോക്ടർമാരാരും വാങ്ങാൻ പാടില്ല. ഞങ്ങളന്ന് പറഞ്ഞു ഈ നിയമം നിങ്ങൾ കൊണ്ടുവരുന്നത് മാൻഡേറ്ററി ആക്കണം, ഇതിന് ശിക്ഷ കൂടെ വയ്ക്കണം, വാങ്ങിയാൽ ഇന്ന ശിക്ഷ നിൽക്കണം. ഇല്ല, അത് ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാം, ഡോക്ടർമാരിത് കേൾക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതെല്ലാം എടുത്തു കളഞ്ഞു. പ്രധാനപ്പെട്ട പ്രശ്നം മരുന്നിൻ്റെ വിലയെ ഗവൺമെൻറ് എഫക്റ്റീവായി നിയന്ത്രിക്കണം എന്ന് ഞങ്ങളിങ്ങനെ പറയുന്നതല്ലാതെ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഭരണകൂടം നിലനിൽക്കുന്നതിൽ ഔഷധ ലോബിയുടെ പങ്ക് മറ്റേത് ലോബിയുടേതിനേക്കാൾ 1,10,000 കോടി രൂപയുടെ ഔഷധമാണ് ഇന്ത്യയിൽ ഒരു വർഷം ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എത്ര വലുതാണെന്ന് നിങ്ങൾ നോക്കണം. ഇതിൽ 65,000 കോടിക്ക് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ബാക്കിയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. വലിയൊരു മാർക്കറ്റാണ്. ഈ സാധനത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത് 300% വരെയാണ്. 300% വരെയാണ്. ഇത്ര വലിയ ലാഭമുള്ള ഒരു സാധനവും ഇന്ത്യയിൽ വേറെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മൾ കേൾക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു 10-15 വർഷം കൊണ്ട് കേൾക്കുന്ന ദേശീയ തലത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർമാരും ഭരണാധികാരികളും എല്ലാ മാസവും വിദേശത്ത് പോകുന്നത് ഇന്ത്യയിലെ മരുന്ന് കമ്പനിക്കാരുടെ പ്രതികരണം പറ്റിക്കൊണ്ടും ചിലവുമാണ്. അവർക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് മാസങ്ങളോളം അവിടെ താമസിക്കുന്നു, തിരിച്ചു വരുന്നു, പിറ്റേന്ന് അമേരിക്ക പോകുന്നു, കൊറിയ പോകുന്നു, റഷ്യ പോകുന്നു, എല്ലാം ഈ കമ്പനിക്കാരാണ് വഹിക്കുന്നത്. അല്ല ഡോക്ടർമാരൊരു കാർ വാങ്ങി, ഫ്രിഡ്ജ് വാങ്ങി എന്ന് പറയുന്നതിനപ്പുറം പൊളിറ്റിക്കൽ പാർട്ടി, ചില പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർമാരും മന്ത്രിമാരും 10-15 വർഷം കൊണ്ട് വിദേശയാത്ര നടത്തുന്നത് ഈ കമ്പനികളെ കൊണ്ടാണ്. അതെന്തുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല? മനസ്സിലാക്കുന്നവരുണ്ട്. ഒരു വിഷയം ചോദിക്കേണ്ടത്, നമ്മൾ ഇന്ത്യയിൽ മാത്രം എടുക്കുകയാണ്. ലോകത്ത് ഏത് രാജ്യത്തും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു ഒരു ട്രജക്ടറിയിലൂടെയാണ് എല്ലാ രാജ്യവും പോയിട്ടുള്ളത്. അമേരിക്കയിലൊക്കെ ഒരു 50 വർഷം മുമ്പ് ഇതേപോലൊരു മാഫിയ അവിടെ വളരുകയും വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അടക്കമുള്ള പൈസ ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ എത്തുന്നതും അവർക്ക് മരുന്നിൻ്റെ വില ഭയങ്കരമായി കൂടുന്നതുമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർമാർ ഇത് ഇല്ലെന്ന് പറയുന്നില്ല, എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കുറേ ഡോക്ടർമാർ തന്നെ, പക്ഷേ ഈ പറഞ്ഞ ഈ സമ്മർദ്ദങ്ങൾ ഇപ്പുറത്ത് കൊണ്ട് അപ്പോൾ ഇതൊക്കെ അവർ എങ്ങനെ നിയന്ത്രിച്ചു എന്നുള്ളത് അവിടെ ഇപ്പോൾ അങ്ങനെയില്ല. പല രാജ്യങ്ങളിലും അങ്ങനെയില്ല, കാനഡയിൽ അങ്ങനെയില്ല, സ്കാൻഡിനേവിയയിൽ അങ്ങനെയില്ല. അപ്പോൾ അവരത് അങ്ങനെ എങ്ങനെ നിയന്ത്രിച്ചു എന്ന് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അവർ നിരവധി നയങ്ങളും നിരവധി മെഷേഴ്സും എടുത്തിട്ടാണ്. ഒന്ന്, ഇപ്പോൾ കോൺഫറൻസുകൾക്ക് പോകുമ്പോൾ പൈസ കൊടുക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് നിയമം ഉണ്ടാക്കി. അതിനുശേഷം അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ ഗവൺമെൻറ് ആകെ ചെയ്തതാണ് അക്കൗണ്ട് ട്രാക്ക് ചെയ്തു. മരുന്ന് കമ്പനികളുടെ അക്കൗണ്ട് ട്രാക്ക് ചെയ്തിട്ട് അവരുടെ റിട്ടേൺസിനകത്ത് ആർക്കെങ്കിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ച് ഇതിനകത്ത് നിലവിലെ എല്ലാ സ്പെഷ്യലിസ്റ്റ് ഓർഗനൈസേഷനുകളുടെയും കോൺഫറൻസ് രജിസ്ട്രേഷൻ, കോൺഫറൻസിൻ്റെ ചെലവ് മാത്രമല്ല, അവിടെ ഏത് സ്പീക്കറിനെ വിളിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് മരുന്ന് കമ്പനികളാണ്. ഒരു ലിസ്റ്റ് ഓഫ് പാനൽ ഓഫ് സ്പീക്കേഴ്സിനെ എടുത്തിട്ട് ഈ സ്പീക്കറിനെ വിളിച്ചാൽ ഇന്ന കമ്പനി സ്പോൺസർ ചെയ്യാം, ഈ സ്പീക്കറിനെ വിളിച്ചാൽ ആരും സ്പോൺസർ ചെയ്യത്തില്ല. അപ്പം ആരെ വിളിക്കും? കമ്പനി സ്പോൺസർ ചെയ്യുന്ന സ്പീക്കേഴ്സിനെ അടക്കം കമ്പനിയാണ് സ്പോൺസർ ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ സിറ്റുവേഷൻ. കഴിഞ്ഞ 30 കൊല്ലമായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ചെയ്യേണ്ട കാര്യം എല്ലാ ഡോക്ടർമാരും കാര്യം എന്താണെന്ന് പറഞ്ഞാൽ basically ഇതില് ഞാൻ ഒരു കാര്യം ഞാൻ വ്യക്തമായിക്കോട്ടെ. ഇതിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ചികിത്സകരും ജനങ്ങളും തമ്മിലുള്ള വിശ്വാസം അത് നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുക. ഈ നാട്ടിലുള്ള 98% ചികിത്സകരും ഇത്തരം യാതൊരുവിധ കാര്യങ്ങളും ചെയ്യുന്നവരല്ല. എനിക്കത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, 100% ഉറപ്പ് പറയാൻ കഴിയും. അതേസമയം വളരെ കുറച്ച് ചെയ്യുന്ന കുറച്ച് ശതമാനം പേരുടെ കാര്യം മാത്രം ഉയർത്തി പറഞ്ഞുകൊണ്ട് ഈ അവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടത് സർക്കാർ സംവിധാനത്തിൽ ഇത് മുഴുവൻ നിയന്ത്രിച്ച് വിതരണം ചെയ്യണമെന്നാണ്. സർക്കാർ വിതരണം ഏറ്റെടുക്കണമെന്നാണ്. ഞങ്ങൾ ഇത്തരം എല്ലാ ഇതിനെയും എന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം തന്നെ, ഈ സ്പെഷ്യാലിറ്റി കോൺഫറൻസുകളിൽ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. സ്പെഷ്യാലിറ്റി കോൺഫറൻസുകളിൽ അത് നടത്തുന്നതിന് കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പനികളുടെയും പിന്നെ ബജറ്റിൻ്റെ ഒരു ഭാഗം കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ രംഗത്തുള്ള വിവരം വർദ്ധിക്കും, അതിന് മാറ്റി വെച്ചിരിക്കും. ആ തുക അവർ കോൺഫറൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം പറയുന്നത് ഒരു കാര്യം പൂർത്തിയായിക്കോട്ടെ. അതേസമയം ഡോക്ടർമാർ അവരുടെ സ്വന്തം ആവശ്യത്തിന്, ഉദാഹരണത്തിന് ഈ കോൺഫറൻസിന് പോകാൻ വേണ്ടി എൻ്റെ ട്രാവലിന് എനിക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. രണ്ട് ഉദാഹരണം. ഒന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുകയും ഏറ്റവും ഉയർന്ന വിലയ്ക്ക് മരുന്ന് ഉൽപ്പാദിപ്പിക്കുകയും ഈ പറഞ്ഞ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി നാട് നന്നാക്കുമെന്ന് പറയുന്ന മരുന്ന് കമ്പനിയുടെ അധിപൻ കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സഞ്ചരിച്ച 57 വിദേശ യാത്രകളിൽ കൂടെ ഉണ്ട്. ആദ്യത്തെ തൊട്ട് ദുലീപ് സംഘവി സൺഫാർമയുടെ MD 57 യാത്രകൾ. ഒരു ഡോക്ടർമാരും അവൈലബിൾ അല്ലായിരുന്നു. മാധ്യമങ്ങളിൽ ഒരു വാർത്തയായി വന്ന കാര്യം തന്നെയാണ്. ഇതുപോലെ എന്റെ പോയിന്റ് എന്ന് പറഞ്ഞോട്ടെ, അതായത് നാട്ടിലുള്ള മുഴുവൻ 100 ഡോക്ടർമാരും മോശക്കാരാണെന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷേ ഏകദേശം നമ്മൾ അതിന്റെ ഒരു മൊത്തത്തിൽ പ്രവർത്തനത്തിന്റെ രീതി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 30-35% ഡോക്ടർമാർ ഇതിനത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രലോഭനത്തിന് വഴങ്ങുന്നവരല്ല. അതേ സമയത്ത് അത്രയും തന്നെ 35% ഡോക്ടർമാർ ഈ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് എല്ലാത്തരം പ്രവർത്തനങ്ങളിലും നിലനിൽക്കുന്നവരാണ്. അതേ സമയത്ത് ഈ സംഘടനകളെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട്. എല്ലാ സംഘടനകളും ഒരേ സമയത്ത് തന്നെ പല ഭാഗികളാണ്. ഇവരുടെ ഒരു 10-15% ഡോക്ടർമാർ വരും. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 35% മോശമായ പ്രവണതയുള്ള മുഴുവൻ ഡോക്ടർമാരെ ന്യായീകരിക്കുകയും സംഘടനയെ അതുപോലെ നിലനിർത്തുകയും ചെയ്യുന്നതായിട്ട് കാണും. ഇതൊന്നും ചെയ്യാത്ത ഒരു വോക്കലല്ലാത്തൊരു ഡോക്ടർ ഗ്രൂപ്പുണ്ട് 35%. അവരുടെ ശബ്ദം വെളിയിൽ വരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ജസ്റ്റ് ബിലോ ദ 50% ആയിട്ടുള്ള ഒരു പോപ്പുലേഷനകത്ത് തെറ്റായ പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രവണതകളെ എന്തിന് ഒരു സംഘടന ന്യായീകരിക്കണം? സംഘടന സ്വന്തം നിലയിൽ പ്രൂവ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ അറിവിൽ ഇതുവരെയും ഒരു ഡോക്ടറെ കേരളത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളുടെ പേരിൽ IMA പുറത്താക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആകെ ഞാൻ കേട്ടിട്ടുള്ളത് മുഹമ്മദ് അലിയാണ്. മുഹമ്മദ് അലിയെ 90കളുടെ അവസാനം പുറത്താക്കിയത് വൃക്ക കുംഭകോണത്തിനെതിരെ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന ആ റിപ്പോർട്ട് അംഗീകരിക്കാതെ മുഹമ്മദ് അലിയെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അല്ലാതെ തെറ്റായ നൈതിക വിരുദ്ധ പ്രവണതകളുടെ പേരിൽ ഇതുവരെയും IMA ഒരു അംഗത്തെയും പുറത്താക്കിയതായിട്ട് വന്നിട്ടില്ല. അങ്ങനെ പുറത്താക്കിയതായി വരികയാണെങ്കിൽ IMA നല്ല പ്രവൃത്തി ചെയ്യുന്നെന്ന് പറയാം, അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല.